ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ KG LKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക. ഭാരതപ്പുഴയോരത്തെ സായാഹ്നങ്ങൾ ഇനി ഉല്ലാസകരമാകും. വള്ളത്തോൾ നഗറിൽ ചെറുതുരുത്തി ഹെറിറ്റേജ് പാർക്ക് ഈ മാസം തുറക്കും. ഭാരതപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആളുകൾ കൊച്ചിൻ പാലത്തിന്റെ കൈവരികളിൽ കാഴ്ചക്കാരായി നിൽക്കുന്നത് ഇനി പഴങ്കഥയാകും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന ചെറുതുരുത്തി ഹെറിറ്റേജ് പാർക്ക് ഈ മാസം തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഇതോടെ ഇവിടുത്തെ സായാഹ്നവേളകൾ കൂടുതൽ ആനന്ദകരമാകും. ഭാരതപ്പുഴയോട് ചേർന്ന് പാലത്തിന് സമീപമാണ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വലിയ കമാനത്തിന്റെയും ഉദ്ഘാടനം നടക്കും. തൃശൂർ പൂരത്തിന്റെയും ചേരമാൻ പള്ളിയുടെയും പുത്തൻ പള്ളിയുടെയും കഥകളിയുടെയും എല്ലാം ചിത്രങ്ങൾ ആലേഖനം ചെയ്തതാണ് ഈ കമാനം. പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇവിടെയിരുന്ന് ഉല്ലസിക്കാം. ചെറുതും വലുതുമായ വിവിധ ഫംഗ്ഷനുകൾക്കും ഈ സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഹാപ്പിനെസ് പാർക്കിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചിൻപാലത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വൈകുന്നേര സമയങ്ങളിൽ വിശ്രമിക്കുന്നതിനും നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് സാംസ്കാരിക പരിപാടികൾ നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ പൂരം, അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദ്, തൃശ്ശൂർ പുത്തമ്പള്ളി, അതുപോലെ തന്നെ കഥകളി, അങ്ങനെ കൊത്തുപണികൾ നടത്തിയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുന്ന സാംസ്കാരിക കവാടത്തിൻ്റെയും പണി ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മനോഹരത കണ്ട് വൈകുന്നേര സമയങ്ങളിൽ വിശ്രമിക്കാനും ഒത്തുചേരാനും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.